ആനന്ദ് കൊച്ചുകുടി SFIOയ്ക്ക് ഇങ്ങനെ ഒരു അനുവാദം കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുന്നത് എത്രമാത്രം സഹായകരമാകും? അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അല്ല, അന്വേഷണം മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ള പോലെ ചില സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഈ 2019 ഇതിന്റെ ടൈം ലൈൻ നോക്കിയാൽ ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യം പുറത്തു വന്നിട്ട്. കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. 2019 ശേഷം ഇത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ പോയി അതിന്റെ വിധി ഒരു പത്രത്തിൽ, മുഖ്യധാരാ പത്രത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്, അതിന്റെ വാർത്ത ഒരു പത്രം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇവിടെ കേരളത്തിലെ BJP നേതാക്കൾ പോലും അറിയുന്നത്. ഇവിടെ എപ്പോഴും പത്രസമ്മേളനങ്ങളൊക്കെ വിളിക്കുന്ന നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ പോലും അപ്പോഴാണ് അറിയുന്നത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നമുക്ക് സംശയിക്കാവുന്നതാണ്. പിന്നെ ഷോൺ ജോർജ് BJPയിൽ ചേരുന്ന ദിവസമാണ് SFI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ROCയുടെ റിപ്പോർട്ടുകൾ, വളരെ ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ഈ സമയമെടുക്കുന്നു. ഈ ഷോൺ ജോർജ് ആദ്യത്തെ പരാതി കൊടുക്കുന്നതിന് മുൻപ് കമ്പനികാര്യ മന്ത്രാലയം തന്നെ ഒരു അന്വേഷണം നടത്തുന്നില്ല. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നു പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് പ്രത്യക്ഷമായിട്ട് തട്ടിപ്പ് നടന്നു. ഇതൊരു ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. ഇതൊരു ഷെൽ കമ്പനി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുക്കാൻ, വെള്ളപ്പണമായിട്ട്, വൈറ്റ് മണിയായിട്ട് കൈക്കൂലി കൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പണ്ട് ഓർമ്മയുണ്ടോ, മഞ്ജുഷിന് ഓർമ്മയുണ്ടോ, ഈ അധികം കാലമൊന്നും ആയിട്ടില്ല, 10 വർഷം മുമ്പാണ്, 2014 ഒക്ടോബറിൽ അന്ന് KM മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇവിടെ ഈ ആഷിഖ് അബുവിനെ പോലെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒരു ഫണ്ട് പിരിവൊക്കെ നടത്തിയിരുന്നു. എന്താണ്, അദ്ദേഹത്തിന് 50 രൂപ അയച്ചു കൊടുക്കുകയാണ്, എല്ലാവരും 50 രൂപ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. ഇപ്പൊ ക്ലിഫ് ഹൗസിലേക്ക് ഇങ്ങനെ ആരെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഈ CPMന്റെ ഈ കേരളത്തിലെ പൊതുമണ്ഡലത്തിലുള്ള ഒരു ഡോമിനൻസിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ മുഖ്യമന്ത്രി പ്രത്യക്ഷമായിട്ടും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും ഇവിടെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകടനം നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ BJPയുടെ കാര്യം പിന്നെ പരിതാപകരമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ മുഖ്യധാരയിൽ ഈ മാധ്യമങ്ങൾ ഇപ്പോഴും ഇവിടെ ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ ഇത് ചർച്ചയാകുന്നത്. ഈ കേസിലും അങ്ങനെ തന്നെയാണ്. ഈ കേസിൽ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും ഇതിൽ ഇടപെട്ടത് ആരൊക്കെയാണ് എന്നറിയാവുന്നതാണല്ലോ. മാത്യു കുഴൽനാടൻ കുറെ കാര്യങ്ങളുമായി രംഗത്തെത്തിയിരുന്നു, കുറെ രേഖകൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഒരു നിയമ പോരാട്ടം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് UDFും കോൺഗ്രസും മടിച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഷോൺ ജോർജ് വന്നതിൽ പിന്നെയാണ്. ഇപ്പോൾ ഷോൺ ജോർജിൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പറയാം ഷോൺ BJPയിലേക്ക് പോയല്ലോ, അപ്പോൾ ആരുടെ ആയിരുന്നു ആ തന്ത്രം എന്നൊക്കെ. ഷോൺ ജോർജ് വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് ഇത്ര സ്പീഡ് ഇതിന് കൈവന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന ഈ BJPക്കാർ എവിടെ പോയി? അവരും ഒരു നിയമ പോരാട്ടത്തിനും ഇതിൽ പോയില്ല. അല്ല, ഇത് നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ച് കുറെ ആരോപണങ്ങൾ, അവരൊരു പുസ്തകം പോലും എഴുതി, ചില മന്ത്രിമാർക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ പുസ്തകത്തിനെതിരെയോ അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയോ കോടതിയിൽ പോകാതെ അതെല്ലാം ഒരു ചമ്മലുമില്ലാതെ, ഒരു നാണവുമില്ലാതെ കേട്ടിരുന്ന് അതിനെതിരെ ഒരു പ്രതികരണം പോലും നടത്താൻ, അവരെ BJPക്കാരിയായിട്ട് മാത്രം അവരെ സംഘി ചാപ്പയടിച്ചതിന് അപ്പുറം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ വീണ്ടും ഇതുപോലെ ഒരു കേസ് വന്ന് ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ഇവിടെ എങ്ങനെയാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ ഒരു നയമാണ് സ്വീകരിക്കുന്നതെന്ന് വരുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്ത് അഴിമതി, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കാര്യം നമുക്കറിയാം, 2014 ശേഷം മന്ത്രിമാർ രാജിവെക്കില്ല. എന്ത് അഴിമതി വന്നാലും അവർ ഇംഗ്ലീഷിൽ പറയും ബ്രേസനിങ് ഇറ്റ് ഔട്ട് എന്ന്, ബ്രേസൻ ഇറ്റ് ഔട്ട്. അതുപോലെ ഉള്ള ഒരു കാര്യമാണ്. എന്ത് വന്നാലും ഒരു നടപടിയും സ്വീകരിക്കില്ല. അത് കോടതിയിൽ പോയി അല്ലെങ്കിൽ മറ്റ് പല ഉപാധികളും ഉപയോഗിച്ച് പരമാവധി അത് നീട്ടി അത് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാമോ. ഈ CPMന്റെ സഹയാത്രികരും CPMന്റെ ഈ ആഷിഖ് അബുവിനെ, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അതെന്നറിയില്ല, എന്തായാലും അതുപോലെയുള്ള കുറെ ആൾക്കാരെയൊക്കെ ഇവിടെ കവികളെയും സാംസ്കാരിക നായകരെയും ഒക്കെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ഇവിടെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് CPM ഇവിടെ എടുക്കുന്ന ഒരു സമീപനം. അതിന് ഇപ്പോഴും ഞാൻ പറയുന്നത്, ഈ കേസ് ഇത്ര ഗുരുതരമായതുകൊണ്ടാണ്. ഇത് പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു ആരോപണമല്ല, കിംവദന്തികളല്ല, ഏതെങ്കിലും ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതല്ല. ഇതൊരു പ്രത്യക്ഷമായിട്ടൊരു അഴിമതി
കേസ് തന്നെയാണ്. അത് മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ടെത്തുകയാണ്. എന്നിട്ട് CPM എന്ന പാർട്ടി ഇന്നലെ CPM-ന്റെ വലിയ നേതാക്കളെല്ലാം വലിയ തോതിൽ പറയുന്നുണ്ടായിരുന്നു, വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു, ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ പുറകെ ഞങ്ങൾ പോയില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിച്ചില്ല എന്ന്. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഒരു കാര്യം മാറ്റി നിർത്തിയാൽ CPM കേരളത്തിൽ എടുക്കുന്ന സമീപനവും അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ദില്ലിയിൽ എടുക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെയൊക്കെ നടത്തുന്ന സമീപനവും കേരളത്തിലെ സമീപനവും തമ്മിൽ എന്താണ് ഇത്രയും വ്യത്യസ്തമായിരിക്കുന്നത്? പണ്ടൊക്കെ എന്ന് വെച്ചാൽ CPM എന്ന് പറഞ്ഞാൽ ഒരു തത്വദീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ആ പാർട്ടിക്ക് ഒരു മന്ത്രി ഒരു ആരോപണം നേരിട്ടാൽ രാജിവെക്കുക എന്നുള്ളതായിരുന്നു സമീപനം. ഒന്നാം പിണറായി സർക്കാരിൽ തന്നെ 2-3 മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. KT ജലീലിന്റെ രാജി വളരെ ലേറ്റായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുപോലും ആ KT ജലീലിന്റെ രാജി പോലും എങ്ങനെയാണ് ലോകായുക്ത സിറിയക് ജോസഫിനെ കൊണ്ട് അത് നീട്ടിവെപ്പിച്ചത്, അത് പുറത്തു വരാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് നമുക്കറിയാം. ഇതുപോലെ എല്ലാ ചീഫ് ജസ്റ്റിസ് മണികുമാറിന് എന്തിനാണ് കോവളത്ത് റാവിസ് ഹോട്ടലിൽ ഒരു വിരുന്ന് കൊടുത്തത്, ഒരു പ്രൈവറ്റ് വിരുന്ന് കൊടുത്തത്? അദ്ദേഹം ഈ റോസ്റ്റർ മാനേജ് ചെയ്ത് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള ജഡ്ജിമാരുടെ അടുത്ത് കേസ് എത്തിക്കാതിരുന്നത് കൊണ്ടാണോ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ? ഈ ഒരു സർക്കാർ എല്ലാ സംവിധാനത്തെയും ദുരുപയോഗം ചെയ്തിട്ട് ഇവിടെ ഒരു ജനകീയ പ്രതിരോധം ഉയർത്താൻ കോൺഗ്രസിനോ UDF-നോ BJP-ക്കോ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഇവിടുത്തെ സിവിൽ സൊസൈറ്റിക്കോ കഴിയുന്നുണ്ടോ? ഇവിടെ മാധ്യമങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കാത്തത് എന്തുകൊണ്ടാണ്? ശരി, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ CPM സഹയാത്രികനായ